നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിക്ക് എന്താ കുഴപ്പം? ഗംഗയും മഹിയും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പിന്നെ നിങ്ങളല്ലേ കല്യാണം കഴിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. നമ്മളൊരു ആലോചനയായിട്ട് ചെല്ലുമ്പോ ആൾക്കാർ എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് അറിയോ ജാനകിയമ്മേ? പെൺകുട്ടി എത്ര വരെ പഠിച്ചു, ജോലിയുണ്ടോ, ശമ്പളം എത്ര കിട്ടും, സ്ത്രീധനം എന്തോരം കൊടുക്കും, അങ്ങനെ 100 ചോദ്യങ്ങളാ. ഇതിനൊക്കെ നമുക്ക് മറുപടി ഇല്ലല്ലോ. മുത്തശ്ശിക്ക് മാത്രമല്ല, ഇവിടെയുള്ളവർക്കും ഗംഗയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ ഇഷ്ടം. അതെന്തിനാ വേറെ ആള്? മഹി മതിയല്ലോ. അതാകുമ്പോൾ ഗംഗയ്ക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ടല്ലോ. ഇങ്ങനൊന്നും പറയാതെ മാളു. ശ്രേച്ചി മഹിയേട്ടനോ കല്യാണം കഴിക്കേണ്ടത്. ഞാനൊരു അഭിപ്രായം പറയാം. നമ്മുടെ നകുല് നല്ല പയ്യനാ. ഗംഗമോക്ക് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? കാര്യം ശരിയാ, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് മോശമല്ലേ? പിന്നെ അയാളെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ. ഇനി എങ്ങാനും വിവാഹിതനാണെങ്കിലോ? ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ അയാളും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ എന്നല്ലേ ജാനകിയമ്മയോട് പറഞ്ഞത്? മുത്തശ്ശിക്ക് നമ്മൾ അമ്പലത്തിൽ കണ്ട ആളോടാ ഇഷ്ടം. അതെങ്ങനെ മാളു അറിഞ്ഞു? മഹിയോടുള്ളതിനേക്കാൾ സ്നേഹം മുത്തശ്ശി അയാളോടാ കാണിച്ചത്. അതൊക്കെ മാളുവിന് വെറുതെ തോന്നുന്നതാ. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞതാ ശരി. എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമായില്ല. അതെന്താ? മാളുവിനോട് അയാളൊന്നും ചെയ്തില്ലല്ലോ. അല്ല ഗംഗേ, അയാൾ കള്ളനാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ പിറകെ വീട്ടിലേക്ക് വന്നത്? ഏയ്, നമ്മുടെ പുറകെ വന്നതൊന്നും ആവില്ല. അല്ലെങ്കിൽ തന്നെ മാളു എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? രാജനൊരു കാര്യം ചെയ്യേ, നകുലിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കേ. നമുക്ക് ചേരുന്ന കൂട്ടരാണെങ്കിൽ ആലോചിക്കാം. ശരി, മതി. ഈ പാലുകൂടി കുടിച്ചേ. ഇനി വാ കഴുകാം. മാള് പറഞ്ഞ അയാൾ ആരാണ്? എന്തൊക്കെ സംഭവിച്ചാലും മഹിയേട്ടനും ഗംഗയുമായുള്ള വിവാഹം നടക്കണം. അവർക്ക് നടുവിലേക്ക് ഒരാളും കടന്നു വരാൻ പാടില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. രാഹുല് ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തൊന്നും ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാ ഗോകുലൻ എന്നോട് ഇവിടെ വെച്ച് പറഞ്ഞത്. കുട്ടിക്കാലം മുതലേ എനിക്ക് മഹിയുടെ നിഴലിൽ നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. എന്റെ അമ്മ പോലും അവന്റെ സ്വന്തമാണ്. ജീവിതം വെറുത്തു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. അതല്ല എനിക്ക് മനസ്സിലായത് കൊണ്ടാ ഞാൻ രാഹുലിനെ സമീപിച്ചത്. നമ്മള് ഇതിനു മുമ്പേ ഒന്നിക്കേണ്ടവരായിരുന്നു. നിന്റെ ഉള്ളില് മഹിയുടെ പകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പകയുണ്ട് എനിക്ക് അവനോട്. അവന്റെ വീട്ടിലേക്ക് ഞാനും അമ്മയും പെങ്ങളും ഒക്കെ വന്ന് കയറിയവരാ. പക്ഷെ എന്റെ അമ്മ അവന്റെ അമ്മയായപ്പോ ന്യായമായും അവന്റെ സ്വത്തുക്കൾ ഞങ്ങളുടെയും കൂടെ ആവണമല്ലോ. ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവൻ പങ്കിട്ടെടുത്തു. പക്ഷെ അവന്റേതെല്ലാം അവന്റേത് മാത്രമായിട്ട് അവൻ സ്വന്തമാക്കി വെച്ചു. അതിൽ ന്യായമുണ്ടോ? ഒരു ന്യായമില്ല. അവൻ സ്വാർത്ഥനാണ്. അവന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാത്രമേ അവന് വലുതായിട്ടുള്ളൂ. എന്റെ പെങ്ങളെ അവന് മടുത്തപ്പോ അവൻ കൊന്നുകളഞ്ഞതും അതുകൊണ്ട് തന്നെയാ. അതിനെല്ലാം എനിക്ക് അവനോട് കണക്ക് ചോദിക്കണം. അതിനാദ്യം മാളുവിനെ സ്വന്തമാക്കണം.
രാഹുൽ എനിക്ക് മാളുവിനെ നേടിത്തന്ന രാഹുലിന് സ്വപ്നം കാണാത്തത്ര സ്വത്തും പണവും രാഹുലിന്റെ സ്വന്തമാവും. ഇന്ന് തള്ളി പറഞ്ഞവരെല്ലാം അന്ന് രാഹുലിനെ തലയിലേറ്റി വാഴിക്കും. ഇന്ന് രാഹുൽ നിഴലിലാണെങ്കിൽ നാളെ രാഹുൽ ചക്രവർത്തിയായിട്ട് വിലസും. മതി, അത് മതി. ഇത് ഡീലാണ്, പക്കാ ഡീൽ. അയ്യോ, ദേ നാത്തൂൻ ഇവിടെ ഇരിക്കായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം പോയി നോക്കി. എന്താ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ? ജാനകമ്മയാണല്ലോ. അവരെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഇനി ഇങ്ങോട്ട് വരുവാണെന്ന് പറയാനോ മറ്റോ ആയിരിക്കോ? ഏതായാലും നോക്കട്ടെ. ഹലോ, ദേവയാനി തിരക്കിലാണോ? അല്ല. എന്താ ജാനകിയമ്മേ? ദേവയാനി അന്ന് ഗംഗയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നത്. എന്റെ മനസ്സിൽ എന്നും അവളൊരു കൊച്ചുകുട്ടിയല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. അത് ശരിയാ. പക്ഷേ പെൺകുട്ടികളുടെ വളർച്ച പെട്ടെന്നല്ലേ. നേരായ സമയത്ത് വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കല്ലേ. അതെ, ഇപ്പോ ഗംഗയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആണോ? ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. അതെ, നല്ല കൂട്ടരാ, നല്ല പയ്യൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും. ആണോ? ജാനകിയമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ വഴിയില്ല. അതെ. മറ്റന്നാള് ഞാൻ അവരുമായി ഗംഗയെ പെണ്ണ് കാണാൻ അങ്ങോട്ട് വരാന്ന് വിചാരിക്കുക. അതിനെന്താ, ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാ. പിന്നെ പെണ്ണുകാണൽ ഇവിടെ വച്ചായാൽ ഞങ്ങൾക്കും പയ്യനെ ഒന്ന് കാണാൻ പറ്റൂലോ. അതോടോർത്താ അവിടെ വെച്ച് ചടങ്ങ് നടത്താൻ ഞാനും തീരുമാനിച്ചത്. ദേവയാനിക്ക് അറിയാലോ, ഗംഗയ്ക്കും എനിക്കും ബന്ധുക്കളെന്ന് പറയാൻ നിങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നേ. ഈ വീട്ടിലൊരു വിവാഹം പോലെ തന്നെ നമുക്കിത് നടത്താം. എങ്കിൽ ദേവയാനി തന്നെ ഈ സന്തോഷ വാർത്ത ഗംഗയോട് പറയണം. ശരി ജാനകിയമ്മേ, ഗംഗയോട് ഈ കാര്യം പറഞ്ഞ് അവളെ റെഡിയാക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ശരി, നേരിൽ കാണാം. സമാധാനായി. എന്താ നാത്തൂനെ, എന്താ കാര്യം? ഞാനന്ന് ജാനകിയമ്മയോട് സംസാരിച്ചതിന് പ്രയോജനമുണ്ടായി. ഗംഗയ്ക്ക് ഒരു പയ്യനെ അവര് കണ്ടെത്തി. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.